Costume courtesy for Anchor. Padmanidhi, The Blouse Boutique. ഈ നൂറിലേറെ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പം അത് സാറിന്റെ ലൈഫിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്? നമ്മൾ ലോകത്തെ കാണുക എന്നുള്ളത് വലിയൊരു കാര്യമല്ല. ഞാൻ ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് നമ്മുടെ കേരളത്തിൽ പറയുന്നത്. കേരളത്തിൽ ജീവിക്കുന്ന പോലെ സുഖമുള്ളൊരു രാജ്യം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ ആൾക്കാരുടെ ചിന്താഗതികൾ മാറി. നമ്മൾ ഈ പണമൊക്കെ സമ്പാദിച്ച് സൂക്ഷിച്ച് വെച്ചുകൊണ്ട് കാര്യമില്ല. ഒരു പനിയും വിറയലൊക്കെ വന്നു കഴിഞ്ഞാൽ ജീവിതം അവസാനിക്കാമെന്നുള്ളൂ എന്നുള്ള റിയാലിറ്റിയിലേക്ക് ആൾക്കാർക്ക് കടന്നുപോയി. നമ്മളൊരു മനസ്സുണ്ടായാൽ മതി. നമ്മൾ സ്വപ്നം കാണാൻ തയ്യാറുണ്ടെങ്കിൽ ഏതൊരാൾക്കും എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. പലരും പല രീതിയിലാണ് ബിസിനസ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു തിയറി എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നവരെല്ലാം ഇതിൻ്റെ ഉടമസ്ഥരായിട്ട് ഞങ്ങൾ പരിഗണിച്ചിട്ടാണ്. പണ്ട് കാലത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ ഭിന്നശേഷിയുള്ള ഒരു വ്യക്തിക്ക് പുറത്തു പോയി പഠിക്കുക എന്ന് പറയുന്നത് ശരിയപ്പോൾ ഒരു സ്വപ്നം മാത്രമായിരിക്കും. പക്ഷേ പുറം രാജ്യങ്ങളിൽ ഇതൊരു കുറവായിട്ട് പലരും കാണുന്നില്ല. നല്ല സ്വാതന്ത്ര്യമുണ്ടാകും, അവരെ തുല്യതയോടെ കാണുന്ന ഒരു രീതി ഉണ്ടാകും. അവർക്ക് ഈ പറയുന്നത് പോലെ സ്വന്തം രാജ്യത്തുള്ള ചില ഇൻഹിബിഷൻസ് ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഈ ഭിന്നശേഷിക്കാർക്ക് എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പുറത്ത്? നമ്മുടെ രാജ്യത്തുള്ളതിനേക്കാളും ഏറ്റവും കൂടുതൽ റൈറ്റ് ഉള്ളത് അവർക്കാണ്. അവിടെ അങ്ങനെയുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രികളിൽ ഈ ഭിന്നശേഷിക്കാർക്ക്, ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാ സംവിധാനങ്ങളുണ്ട്. റോഡിലായാലും യാത്രയിലായാലും യൂണിവേഴ്സിറ്റിയിലായാലും എല്ലാം ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് അവർക്കാണ് കൊടുക്കുന്നത്. അഡ്മിഷനിലാണെങ്കിലും അവർക്ക് അവരുടേതായൊരു കോട്ടയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ആൾക്കാർ വിദേശത്ത് പോയി പഠിക്കുകയാണെങ്കിൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നന്നായി മാനേജ് ചെയ്തു പോകാൻ പറ്റും. കാരണം അവരെ വളരെ സഹതാപപൂർവ്വവും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടായിട്ടാണ് അവിടുത്തെ ജനത കാണുന്നത്. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അതെനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ പറയുന്ന പോലെ ഇവിടെ ചിലപ്പോൾ ഒരു സഹതാപമാണ് എങ്കിൽ അവിടെ കുറച്ചുകൂടെ ഹയർ ലെവൽ ഒരു എംപതിയാണ്. അതായത് എനിക്കിത് സംഭവിച്ചെങ്കിൽ എങ്ങനെയാണ്, ഈ അമേരിക്കയിലെ ഒരു ഗേറ്റ് ഓഫ് എൻട്രൻസ് എന്ന് പറയുന്ന എല്ലിസ് ഐലൻഡ് ആയിരുന്നല്ലോ ഒരു കാലത്ത്. കുടിയേറ്റക്കാർ വന്ന് ആദ്യമായിട്ട് അവരുടെ പാസ്പോർട്ടൊക്കെ വെരിഫൈ ചെയ്ത് പോകുന്ന സ്ഥലം. എല്ലിസ് ഐലൻഡിലൊക്കെ പോകുന്ന എവിടെ പോയാലും ഒരു വീൽ ചെയർ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കായിട്ട് എന്താണോ സൗകര്യം അതിനുവേണ്ടി പ്രത്യേകം സൗകര്യം ചെയ്തു കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നു അതൊക്കെ അവരുടെ വിദ്യാഭ്യാസത്തെയും അവരുടെ പേഴ്സണാലിറ്റിയും കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം അങ്ങനെയുള്ള ആൾക്കാരെ പരിഗണിക്കാനുള്ള ഒരു മഹാമനസ്കത അവർക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് അവരെ സംബന്ധിച്ച് ഇവിടെ നിന്ന് കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടെ സപ്പോർട്ടീവ് സിസ്റ്റം അവിടെ കിട്ടുമ്പം തീർച്ചയായിട്ടും അവർ മാനസികമായും കൂടുതൽ വളരാൻ, അവരുടെ കഴിവുകൾ കൂടുതൽ ഉപയോഗിക്കപ്പെടാനും പറ്റും. ചില ആൾക്കാർ വിവാഹശേഷമായിരിക്കും പുറത്തു പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ അവർക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഷൻ, ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ, ചിലപ്പോൾ കുഞ്ഞും കാണും, കുഞ്ഞിനെ കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ പല രാജ്യങ്ങളും സവിശേഷമായ ഒരു അവകാശം ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അവരുടെ പങ്കാളിയെയും അല്ലെങ്കിൽ കുഞ്ഞിനെയും കൊണ്ടുപോകാനുള്ള ഒരു അവകാശം. അതൊരു റൈറ്റ് ടു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ തന്നെ കാണുന്ന രാജ്യങ്ങളല്ലേ പലതും? ഭൂരിഭാഗം രാജ്യങ്ങളും അങ്ങനെയാണ്. സ്പൗസിനെയും കുട്ടികളെയും കൊണ്ടുപോകാനും അവർക്കും കൂടെയുള്ള സപ്പോർട്ട്. കാരണം ആ രാജ്യങ്ങൾ കാണുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ പഠിക്കണമെങ്കിൽ അവരുടെ ഫാമിലിയെക്കുറിച്ചുള്ള ടെൻഷൻസ്, അവരിൽ കിലോമീറ്ററുകൾ അകലെ വേറെ ഏതോ ഒരു ഭൂഖണ്ഡത്തിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സിനുള്ള ആശങ്കകളുണ്ട്. അവരത് പഠനത്തെ ബാധിക്കും. ഫാമിലിയോടൊപ്പം നിന്നാൽ മാത്രമേ അവർക്ക് എപ്പോഴും കംഫർട്ടായിട്ട് പഠിക്കാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുള്ളൂ. അതായത് ഒരാൾ പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കഴിവ് പൂർണ്ണമായി അവിടെ ഉപയോഗപ്പെടണമെന്നാണ് ആ രാജ്യങ്ങളെല്ലാം, വികസിത രാജ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാറ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സ്പൗസിനെയും കുട്ടികളെയൊക്കെ കൊണ്ടുപോകാൻ അവർ അനുവദിക്കുന്നത്. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മലയാളികളിൽ കൂടുതലും UK പോയിട്ട് കെയർ വിസയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ കെയർ വിസയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ പങ്കാളികളെ കൊണ്ടുപോകുന്നതിൽ ചില റെസ്ട്രിക്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് കേൾക്കും. അത് ചില കാലഘട്ടങ്ങളിൽ, ഇപ്പോൾ മൈഗ്രേഷൻ്റെ റൂൾ അനുസരിച്ച് ചില കാലഘട്ടങ്ങളിൽ ആ ഗവൺമെൻറ് അല്ലെങ്കിൽ ആ ഇമിഗ്രേഷൻ മിനിസ്റ്റർ പുതിയ റൂൾസുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കൂടുതൽ മൈഗ്രൻസ് ആയിട്ട് ആൾക്കാർ എത്തുമ്പോൾ അതിനൊരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള സിസ്റ്റമാണ്. അത് ചിലപ്പോൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ അത് വീണ്ടും ലിഫ്റ്റ് ചെയ്യും, പഴയതുപോലെ വീണ്ടും ആകും. അതിപ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഓരോ വർഷവും അവരൊരു മൈഗ്രേഷൻ ലിമിറ്റ് ഇത്ര ആൾക്കാരെ കാണും. അപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാരെ ആവശ്യമുണ്ടെങ്കിൽ അവർ ഇതെല്ലാം അലവ് ചെയ്യും. ഇപ്പോൾ ആൾക്കാർ കൂടുതലായി ഈ വർഷം വന്നെങ്കിൽ അടുത്ത വർഷത്തേക്ക് കുറയ്ക്കാൻ വേണ്ടി ചില സംവിധാനങ്ങൾ ചെയ്യുന്നതിൻ്റെ പാർട്ട് മാത്രമാണ്. അത് ലോങ് ടൈം ഒരിക്കലും അങ്ങനെ ഉണ്ടാവുകയില്ല. ഇപ്പം ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് യാത്ര നമ്മളെ കൂടുതൽ എളിമയുള്ളവരാക്കുമെന്ന്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ നൂറിലേറെ രാജ്യങ്ങളിൽ യാത്ര ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ഈ പറയുന്ന ഡൗൺ ടു എർത്ത് എന്ന് എപ്പോഴും നമുക്കൊക്കെ തോന്നിയിട്ടുള്ളതാണ്. ഈ നൂറിലേറെ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പം അത് സാറിൻ്റെ ലൈഫിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്? നമ്മൾ ലോകത്തെ കാണുക എന്നുള്ളത് വലിയൊരു കാര്യമല്ലേ. കാരണം നമ്മൾ ഈ രാജ്യത്ത് ജനിച്ചു. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കേരളത്തിൻ്റെ ഒരു ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഒരു ജില്ലയിലാണ് ജനിച്ചു വളർന്നത്.
അവിടുന്ന് വന്ന് ഇത്രയും ലോക രാജ്യങ്ങളും ഇത്രയും ആൾക്കാരെ ഇവിടുത്തെ കൾച്ചറും ഒക്കെ കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇപ്പോൾ ലോകത്തെ അറിയുക എന്ന് പറയുമ്പോൾ നമ്മൾ മാനസികമായി ഒരുപാട് വളരുകയാണ്. കാരണം അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ, അവിടുത്തെ ഉള്ള ആൾക്കാരുടെ കഷ്ടപ്പാടുകൾ, അവിടുത്തെ ഉള്ള ആൾക്കാർക്ക് കിട്ടുന്ന മെച്ചങ്ങൾ എന്താണ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ രാജ്യത്തും ഓരോരുത്തരും എത്രയോ രാജ്യങ്ങളിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ക്ലൈമറ്റിൻ്റെ ചേഞ്ച് കൊണ്ടും കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ കൊണ്ടും ഒക്കെ എത്രയോ ആൾക്കാർ മാനസികമായിട്ടും അല്ലെങ്കിൽ പ്രകൃതിയോട് മല്ലിട്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഞാൻ ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് നമ്മുടെ കേരളത്തിൽ പറയുന്നത്. കേരളത്തിൽ ജീവിക്കുന്ന പോലെ സുഖമുള്ളൊരു രാജ്യം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. കാരണം ഇവിടെ 12 മാസവും നമുക്ക് ഒരു വലിയ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ പറ്റും. ഇത്രയധികം രാജ്യങ്ങളിൽ പോയപ്പോൾ അതിൽ ഏറെ ഇഷ്ടപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മാത്രമല്ല ആ രാജ്യവുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നെന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ലോകത്തിപ്പോൾ ആര് എവിടെ യാത്ര ചെയ്താലും ഏറ്റവും ഇഷ്ടപ്പെട്ട യൂറോപ്യൻ കൺട്രീസാണ്. കാരണം ലോകത്തെ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ വെച്ച് നോക്കിയാലും ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളുള്ളതും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ജീവിക്കാൻ പറ്റുന്നതും നാച്ചുറൽ കലാമിറ്റീസൊക്കെ മറ്റ് ഭൂഖണ്ഡങ്ങളെക്കാളും കുറവ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാകുന്നതൊക്കെ യൂറോപ്പാണ്. തീർച്ചയായിട്ടും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രവും അവിടുത്തെ ഡെവലപ്മെൻറ്റും ഒക്കെയാണ് അതിൻ്റെ പാർട്ട്. ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ നമുക്ക് മനോഹരമായ ലോകത്ത് ഒരുപാട് ചെറിയ ചെറിയ ദ്വീപ് രാജ്യങ്ങളുണ്ട്, ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരുപാട് വൈവിധ്യങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങൾ, ആഫ്രിക്കയിൽ 54 രാജ്യങ്ങളുണ്ട്. അവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളും ഒരുപാട് സമ്പത്തുകളും ഒരുപാട് ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒരുപാട് സാഹചര്യങ്ങളുള്ള സ്ഥലമാണ്. പക്ഷേ അതനുസരിച്ചൊരു ഡെവലപ്മെൻറ്റ് പല സ്ഥലങ്ങളിലും ഇല്ല. നമ്മൾ ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു അഭിമുഖം നടത്തിയപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എനിക്ക് വലിയ അസൂയാണ് യാത്ര ചെയ്യുന്നവരോട്. അപ്പോൾ എനിക്ക് അധികം യാത്ര ചെയ്യാൻ ജോലി തിരക്കുകൊണ്ടൊന്നും സാധിക്കാറില്ല. പിന്നെ ചിലർക്ക് ഈ പറയുന്നത് പോലെ പൈസ വിദേശ രാജ്യങ്ങളിൽ പോകണമെങ്കിൽ വലിയ എമൗണ്ട് വേണം എന്നൊരു ധാരണയുണ്ട്. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്: വീട്ടിലൊരു പൗഡർ ടിന്നുണ്ടോ? അതിനൊരു തുളയിട്ടിട്ട് ദിവസം 1 രൂപ വീതം അതിനകത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദിവസം 100 രൂപ വീതം അതിനകത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷമാകുമ്പോൾ ഇത്രയധികം രൂപയുണ്ടാകും. ആ രൂപ കൊണ്ട് നിങ്ങൾക്ക് പോകാവുന്ന 7ലേറെ രാജ്യങ്ങളുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. ഇപ്പോൾ സാന്റാമോണിക്ക ടൂർസ് ആൻഡ് ട്രാവൽസും ഉണ്ടല്ലോ. ഇപ്പോൾ ആൾക്കാർ യാത്ര ചെയ്യാനുള്ള ഒരു ട്രെൻഡ് കൂടുതലാണോ? ഈ പറയുന്നത് പോലെ തന്നെ നമുക്ക് ചെറിയൊരു തുക ഒരു ദിവസം സേവ് ചെയ്താൽ തന്നെ സന്ദർശിക്കാവുന്ന രാജ്യങ്ങളില്ലേ? അത് ഈ കോവിഡിന് ശേഷമാണ് ഇത്രയും വലിയൊരു മാറ്റം നമ്മുടെ ലോകത്തുണ്ടായത്. കാരണം ഇപ്പോഴത്തെ ആൾക്കാരുടെ ചിന്താഗതികൾ മാറി. നമ്മൾ ഈ പണമൊക്കെ സമ്പാദിച്ച് സൂക്ഷിച്ച് വെച്ചുകൊണ്ട് കാര്യമില്ല. ഒരു പനിയും വിറയലൊക്കെ വന്നു കഴിഞ്ഞാൽ ജീവിതം അവസാനിക്കാമെന്നുള്ളതെന്നുള്ള റിയാലിറ്റിയിലേക്ക് ആൾക്കാർ കടന്നുപോയി. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഫാമിലി ആയിട്ടും ഒറ്റയ്ക്കൊക്കെ നമ്മുടെ ഓഫീസിൽ ഡെയിലി വരാറുണ്ട്. അവരൊക്കെ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഇത്ര രൂപയുണ്ട്, ഞങ്ങൾക്ക് ഇതിനനുസരിച്ച് ഒരു യാത്ര പോകണം. അത് ചിലപ്പം കേരളത്തിലെവിടെയെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായിരിക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അന്റാർട്ടിക്കയിലേക്കായിരിക്കാം, അല്ലെങ്കിൽ യൂറോപ്പിലേക്കായിരിക്കാം. പല സ്ഥലങ്ങൾ അവരുടെ സാമ്പത്തിക സാഹചര്യം വെച്ചിട്ട് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നു. പിന്നെ നമ്മൾ പല യാത്രക്കാരുടെയും കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. വലിയ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെയും കഷ്ടപ്പെട്ടും ഒക്കെ ഉള്ളവർ പോലും അവർ ആ ഒരു ലോകം കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവർ ലോൺ എടുത്തും ഒക്കെ യാത്ര ചെയ്ത് ചെറിയ എമൗണ്ടിന് യാത്ര ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ പല ആൾക്കാരെ ഇപ്പോൾ യൂറോപ്പിൽ നിന്നൊക്കെ പല ആൾക്കാർ ഇന്ത്യയിൽ വരാറുണ്ട്. ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ നമ്മൾ ഇൻബോൺസ് ട്രാവൽസിൻ്റെ പാർട്ടായിട്ട് ഇവിടെ എത്താറുണ്ട്. അപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ച് ചെറിയ ചിലവിൽ, അതായത് നമ്മളിവിടെ കേരളത്തിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ നമ്മൾ ജീവിക്കുന്നതിനേക്കാളും ചെറിയ ചിലവിൽ ചെറിയ ഹോട്ടലിൽ റൂം എടുത്ത് ഒരു ദിവസം അവരുടെ ബഡ്ജറ്റ് ചിലപ്പോൾ ഒരു $10 ആയിരിക്കും. ആ $10 തന്നെ അവർ മാനേജ് ചെയ്ത് ഇങ്ങനെ 10 ദിവസം കഴിഞ്ഞാൽ $100 ആ രീതിയിൽ മാനേജ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഫോർട്ട് കൊച്ചിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയോ ആൾക്കാർ ഒരു മാസമൊക്കെ വന്ന് നിന്ന് ഈ കേരളവും അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളും യാത്ര ചെയ്ത് അവിടെ തന്നെ തിരിച്ചു വരുന്നു. ചെറിയൊരു മുറിയിൽ സൗകര്യം ഉപയോഗിച്ച് അവർ ജീവിതം അങ്ങനെ മാനേജ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പണമല്ല, നമ്മളുടെ ആഗ്രഹങ്ങളും നമുക്ക് അങ്ങനെ കാണാനുള്ള ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോകം മുഴുവൻ കാണാൻ പറ്റും. നമ്മളൊരു മനസ്സുണ്ടായാൽ മതി. നമ്മൾ സ്വപ്നം കാണാൻ തയ്യാറുണ്ടെങ്കിൽ ഏതൊരാൾക്കും എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും കാണാത്തതുപോലെ അത്രയും നമ്പർ ആൾക്കാരാണ് പുറത്തേക്ക് പോകുന്നത്. അതിൽ നല്ലൊരു ശതമാനം ആൾക്കാരും സാന്റാമോണിക്ക വഴി പുറത്തേക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ എത്രയോ പേരെ ദിവസവും കാണുന്നുണ്ട്, പലരോടും സംസാരിക്കാറൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് കൗതുകം തോന്നിയിട്ടുള്ള ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇതുപോലെ ഇപ്പം അങ്ങ് പറഞ്ഞല്ലോ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ ഇത്രയും നല്ല നാടില്ല, പക്ഷേ ഇത്രയും നല്ല നാട് ഉപേക്ഷിച്ച് നമ്മുടെ നാട്ടുകാരെ ഉപേക്ഷിച്ച് ജനിച്ച് വളർന്ന മണ്ണ് ഉപേക്ഷിച്ച് പോകണം എന്നൊരു ടെൻഡൻസി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ധനമന്ത്രിയോട് നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞത് ഈ പോകുന്നവരൊക്കെ കുറേ പേര് തിരിച്ചു വരും എന്നാണ്.
തിരിച്ചു വരികയില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പുതിയ കണക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വായിച്ചു. 69% ആൾക്കാർ മാത്രമേ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ബാക്കി 31% ആൾക്കാർ തിരിച്ച് നാട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ രണ്ടാമത്തെ ഘട്ടങ്ങളിൽ ഇവിടുന്ന് ആൾക്കാർ പുറത്തേക്ക് പോകുന്നത്, നമ്മളെ ഇവിടെ 3.5 കോടി ജനങ്ങളുണ്ട്. ഒരു വർഷം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഡിഗ്രി പാസ്സായി പുറത്തിറങ്ങുന്നത്. അവർക്ക് ആവശ്യമായ ജോലി ഇവിടെ ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാർക്ക് പുറത്തു പോയി പുതിയ ജോലികളും സാഹചര്യങ്ങളും കണ്ടെത്തി അവരുടെ ഫാമിലിയെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടാവും. പിന്നെ കുടിയേറ്റം എന്ന് പറയുന്ന ഒരു സർക്കിളാണ്. അതിപ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ളതാണ്. നമ്മൾ എത്ര നൂറ്റാണ്ടുകൾ പുറകോട്ട് പോയാലും അന്നത്തെയൊക്കെ കാലാവസ്ഥയും അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസും കൊണ്ട് എല്ലാം ഒരുപാട് ആൾക്കാർ കുടിയേറിയിട്ടുണ്ട്. ഇപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ജോലി തേടിയിട്ട് ഒരുപാട് ആൾക്കാർ കുടിയേറുകയാണ്. ഒരു പുഷ് പുൾ തിയറിയൊക്കെ പറയുന്ന പോലെ കുറേ ആൾക്കാർ നിർബന്ധപൂർവ്വം അങ്ങോട്ട് പോകുന്നു, കുറേ ആൾക്കാരെ അവസരങ്ങൾ തേടി കൊണ്ട് അവരെ അങ്ങോട്ട് വലിക്കുന്നു. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ ഇവിടുന്ന് ഒരു പുൾ ഫാക്ടറാണ്. കാരണം ഇവിടത്തെക്കാളും മെച്ചപ്പെട്ട ജോലികൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ മറ്റ് രാജ്യങ്ങളിൽ തേടി പോകുന്നത്. 2 പതിറ്റാണ്ടിലേറെ കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നു. പല സ്ഥാപനങ്ങൾ, ഈ സാന്റാമോണിക്കയുടെ തന്നെ പല വിങ്സ് ഉണ്ടല്ലോ, ഇതൊക്കെ മാനേജ് ചെയ്യുന്നു. പക്ഷെ ചിലരെങ്കിലും പൊതുവെ പറയാറുണ്ട് കേരളത്തിൽ ഒരു വ്യവസായ അനുകൂല സാഹചര്യം ഇല്ല എന്ന്. അപ്പോൾ ഒരു വ്യവസായി എന്ന നിലയിൽ 2 പതിറ്റാണ്ടിലേറെ വളരെ വിജയകരമായി ഈ പറയുന്ന ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്ന ഒരാളെന്ന നിലയിൽ കേരളത്തിൽ അങ്ങനെ ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷമില്ല എന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്കങ്ങനെ പ്രത്യക്ഷത്തിൽ അങ്ങനെയൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷെ സ്വാഭാവികമാണ്, കേരളത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കൊരു ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ നമ്മളെല്ലാ ആൾക്കാരോടും വേണ്ട രീതിയിൽ എല്ലാവരെയും പരിഗണിച്ച് തുല്യ പ്രാധാന്യം നൽകി പോയാൽ ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും പോയി ബിസിനസ് ചെയ്യാൻ പറ്റുമെന്നാണ് പല ആൾക്കാരും എന്നോട് പറയാറ്. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിലായാൽ പോലും നമ്മളെല്ലാ ആൾക്കാരെയും തുല്യ പ്രാധാന്യത്തിൽ, ഇതിനകത്ത് ഒരാൾ ആരാണ് വലുത് ആരാണ് ചെറുതെന്നില്ല. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരായാലും ഏത് സാഹചര്യത്തിലുള്ള ആൾക്കാരെയും എല്ലാവരെയും അവരവരുടെ പ്രാധാന്യത്തോടെ കണ്ടെത്തി നമ്മൾ അവരെ എല്ലാം പരിഗണിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിൽ ബിസിനസ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും പറഞ്ഞത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മളുടെ പരിഗണനയിൽ വരുത്തുന്ന മാറ്റമൊക്കെ ആയിരിക്കാം ചിലപ്പം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. സാന്റാമോണിക്കയുടെ ചില പ്രത്യേകതകൾ എന്താണ്, നിങ്ങളുടെ ഒരു ദർശനം എന്ന് പറയുന്ന ചില ഏരിയയിൽ കണ്ട ചില കാര്യങ്ങൾ എന്നെ വളരെ ആകർഷിച്ചു. ഒന്നെന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി, സുതാര്യത. രണ്ടെന്ന് പറയുന്നത് ടീം വർക്ക്. അപ്പോൾ ഈ സ്റ്റാഫിനെ എങ്ങനെയാണ് ഒരു ടീം വർക്കിലേക്ക് ട്രെയിൻ ചെയ്തെടുക്കുന്നത്? ഞങ്ങൾ ടീം എന്ന് പറഞ്ഞാൽ 2000-ലേറെ ആൾക്കാരാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ അതെല്ലാവർക്കും അവർക്ക് പലരും പല രീതിയിലാണ് ബിസിനസ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു തിയറി എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നവരെല്ലാം ഇതിൻ്റെ ഉടമസ്ഥരായിട്ട് ഞങ്ങൾ പരിഗണിച്ചിട്ടാണ്. കാരണം അവരുടെ സ്വന്തം സ്ഥാപനം പോലെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാലറി മാത്രമല്ല, അവർക്ക് നമുക്ക് എവറി ഇയർ അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ഒക്കെ ഇൻസെൻറ്റീവും അങ്ങനെ നല്ല സ്ട്രക്ചറിലാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ സ്വന്തം കമ്പനി പോലെയാണ് എല്ലാ ആൾക്കാരും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം അവർക്കറിയാം കൂടുതൽ വർക്ക് ചെയ്താൽ കമ്പനിക്ക് കൂടുതൽ ലാഭം കിട്ടും, കുറച്ചാണ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചേ ലാഭം കിട്ടുകയുള്ളൂ. അപ്പോൾ അതനുസരിച്ച് അവരുടെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കുറയുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ടീമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ അത് ആരാണ് വലിയ ആൾക്കാർ ആരാണ് ചെറിയ ആൾക്കാരെന്നൊരു അകലമൊന്നും പാലിച്ചിട്ടല്ല. ചില അഭിമുഖങ്ങളപ്പോൾ ഒക്കെ കണ്ടപ്പോഴും ചില കാര്യങ്ങളൊക്കെ പ്രൊഫൈലിൽ വായിക്കുമ്പോഴും എനിക്ക് തോന്നുന്നത് ഉത്തരം പറയുന്നതിനേക്കാൾ കൂടുതൽ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ബുക്കിൻ്റെ അവതാരികയിൽ പോലും എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ചോദ്യം ചോദിക്കാനുള്ള ആ ഒരു ടെൻഡൻസി സാധാരണഗതിയിൽ നമ്മൾ വളർന്നു വരുമ്പം എങ്ങനെയോ അത് നമ്മളിൽ നിന്ന് നശിച്ചു പോവുക ചെയ്യുന്നത്. കുഞ്ഞുങ്ങളാകുമ്പോൾ ഇങ്ങനെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക, അവർക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം, ഈ ചോദ്യം ചോദിക്കാനുള്ള താല്പര്യവും ഇപ്പോഴും പഠിക്കാനുള്ള ഒരു താല്പര്യം, ഇതൊക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ച് ഞാൻ എന്തെങ്കിലും വളർന്നിട്ടുണ്ടെങ്കിൽ വായനയിലൂടെയാണ്. ചെറുപ്പകാലം തൊട്ട് ഞാൻ എൻ്റെ ഒരു വായനയുടെ ഒരു ശീലം കൊണ്ടാണ് നമുക്ക് ലോകത്തെക്കുറിച്ച് അറിഞ്ഞത്. ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ച് ഒന്നും ഒരു ബാധകമല്ല. കാരണം അവർക്ക് ഇൻ്റർനെറ്റിൽ ഒരൊറ്റ ക്ലിക്കിൽ ലോകത്ത് എന്ത് വിവരങ്ങൾ കിട്ടും. അന്ന് നമുക്കൊരു കാര്യം അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് തേടിപ്പിടിച്ച് ലൈബ്രറികളിലൊക്കെ അലഞ്ഞ് അല്ലെങ്കിൽ ഇത് അറിയുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കണം. കാരണം ഒന്നിനും പ്രത്യേകിച്ച് പെട്ടെന്ന് റെഫറൻസ് ഒന്നും എവിടെയും കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് വായിക്കുകയും പഠിക്കുകയും ഒരുപാട് പേര് ചോദിക്കുകയും ചെയ്തതിൽ നിന്നായിരിക്കാം ഇങ്ങനെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായത്. നമ്മൾ പഠനത്തെക്കുറിച്ച് പറഞ്ഞു, ടൂറിസത്തെക്കുറിച്ച് പറഞ്ഞു. ഇതിനപ്പുറമായി ചിലർ നിക്ഷേപ അവസരങ്ങൾ തേടി പല രാജ്യങ്ങളിലേക്കും പോകാറുണ്ട്. അപ്പോൾ ചിലർക്കെങ്കിലും നല്ല ബിസിനസ് സ്കില്ല് കാണും, അതിനും ഒരു സ്കില്ലാണല്ലോ വേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ പുറം രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഭീമമായ ചെലവ് വരും, അല്ലെങ്കിൽ ഭീമമായ നിക്ഷേപം, അതിനെനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങൾ എത്രത്തോളം ഇന്ത്യക്കാർക്ക് നിക്ഷേപ സാഹചര്യമുണ്ട്? നിക്ഷേപ സാഹചര്യങ്ങൾ ഉള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. നമ്മൾ ആ രാജ്യത്തെക്കുറിച്ച് പഠിക്കുകയും അവിടെ ചെയ്യാൻ പറ്റിയ ബിസിനസ് എന്താണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നതിലാണ് കാര്യമിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളിലും ബിസിനസ് സാധ്യതയുള്ള അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ സാഹചര്യമുള്ള ആൾക്കാരെ ഭൂരിഭാഗം രാജ്യങ്ങളും ക്ഷണിക്കാറുണ്ട്. വളരെ ചുരുങ്ങിയ രാജ്യങ്ങൾ മാത്രമേ വിദേശികളെ ക്ഷണിക്കാത്തുള്ളൂ.
അപ്പം അത് നമുക്ക് ആ രാജ്യത്തെക്കുറിച്ച് പഠിക്കുകയും നമുക്ക് ആ ബിസിനസ് അവിടെ പോയി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവിടെ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് അവിടെ സക്സസ് ആകുന്നതാണോ എന്ന് നമ്മൾ ശരിയായ രീതിയിൽ സർവേ നടത്തിയിട്ട് പോയാൽ ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം നിക്ഷേപ സൗഹൃദ രാജ്യങ്ങളാണ്. അതുപോലെ അമേരിക്ക ആയാലും കാനഡ ആയാലും ഓസ്ട്രേലിയ ആയാലും ന്യൂസിലൻഡ് ആയാലും ഏഷ്യയിലെ പല കൺട്രികളിലും ഈ നിക്ഷേപ സാഹചര്യങ്ങളും. അതുപോലെ ആഫ്രിക്കയെ ഒരുപാട് നിക്ഷേപകരെ മാടി വിളിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് അവിടെ സക്സസ് ആകുമോ, 2 ആ രാജ്യത്ത് എന്ത് തരം ബിസിനസ്സിനാണ് സാഹചര്യം ഉള്ളത്, മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് ആവശ്യമായ സാമ്പത്തിക സാഹചര്യമുണ്ടോ, ഇത് അവിടെ സുരക്ഷിതമാണോ. ചില രാജ്യങ്ങൾ നമുക്കറിയാം, അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുന്ന ഒരു രാജ്യത്ത് പോയി നമ്മൾ പണം നിക്ഷേപിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും അവിടുത്തെ ഭരണം മാറുകയും അവിടെ സൈനിക ഭരണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന അട്ടിമറികളൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ നിക്ഷേപമെല്ലാം അവിടെ സ്റ്റോപ്പായി പോകും. അങ്ങനത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ ആഫ്രിക്കയിലൊക്കെ നമ്മുടെ മലയാളികൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 2024 എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. ലോകത്തിലെ 64 രാജ്യങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. നമ്മുടെ രാജ്യം ഉൾപ്പെടെ 50%, അതായത് ലോകത്തിന്റെ പകുതിയോളം ഒരു തെരഞ്ഞെടുപ്പ് ഫേസ് ചെയ്യുന്ന ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഗതി തന്നെ മാറി മറിയുന്ന ഒരു വർഷം കൂടിയാണ്. കാനഡ അടക്കമുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന് ശേഷം വരുന്ന ഭരണകൂടം ഇതെങ്ങനെയാണ് കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ആ കുടിയേറ്റത്തോടുള്ള മനോഭാവം നെഗറ്റീവ് ആകാനൊരു സാധ്യത, ആ ഒരു ട്രെൻഡ് സാർ കാണുന്നത്? അതിപ്പോൾ കാനഡ പോലെയുള്ള രാജ്യത്തിന് ഒരിക്കലും, കാനഡ ആയാലും US ആയാലും ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾ വളരുന്ന രാജ്യങ്ങളാണ്. അവിടെ ആൾക്കാരെ ഇനി ആവശ്യമാണ്, അവർ ലേബർ ഫോഴ്സിന് ആവശ്യമാണ്. നമ്മുടെ കേരളത്തിൽ നമുക്ക് ഈ മറ്റ് അന്യ സംസ്ഥാനത്തെ ആൾക്കാരെ നമ്മുടെ കേരളത്തിൽ ജോലിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെയാണ് ആ രാജ്യത്ത് പോയാലും. കാനഡയെ സംബന്ധിച്ച് അവിടെ ലേബർ ഫോഴ്സ് ഇല്ലാതെ അവിടെ ഒരു കാര്യങ്ങളും മുന്നോട്ട് പോലെ. US അത് ബാധകമാണ്. അതുപോലെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരുപാട് കൺട്രികൾ ഇത് ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് ഈ താൽക്കാലികമായിട്ട് ഒരു ഇലക്ഷനെ സംബന്ധിച്ച് ഇലക്ഷനെ ഫേസ് ചെയ്യുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പല നയങ്ങളൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം പല രാജ്യങ്ങളിലും പ്രശ്നങ്ങൾ ഇതാണ്. നമ്മൾ ട്രെയിനിൽ സൗകര്യപ്രദമായ രീതിയിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു 4-5 പേരെ ഒരു കമ്പാർട്ട്മെൻറ്റിലുണ്ടാവും. അപ്പോൾ നല്ല സൗകര്യമായിട്ട് നമുക്ക് വർത്തമാനം പറഞ്ഞു പോകാം. പെട്ടെന്ന് ഒരു സ്റ്റോപ്പ് നിർത്തി ഒരുപാട് ആൾക്കാർ കയറുമ്പോൾ ഒരു അസ്വസ്ഥത വരാറുണ്ട്. അത് സ്വാഭാവികമായി എല്ലാ രാജ്യങ്ങളിലും പെട്ടെന്ന് കുറേ കുടിയേറ്റക്കാർ വരുമ്പോൾ ഉള്ള അസ്വസ്ഥതകൾ എല്ലായിടത്തും അനുഭവപ്പെടാറുണ്ട്. പക്ഷേ ഒരു ഇലക്ഷനെ കഴിഞ്ഞ് കഴിഞ്ഞാലും ആ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അവിടെ ആൾക്കാർ വന്നേ മതിയാവുള്ളൂ. കാനഡ ഇന്ത്യയുടെ 3.5 ഇരട്ടി മുഴുപ്പുണ്ട്, 4 കോടി ജനങ്ങളിൽ താഴെയുള്ളൂ. ഇനി ഒരുപാട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. പല സ്റ്റേറ്റുകളിലും ഇനി ഒരുപാട് ആൾക്കാരെ ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ എന്തൊക്കെ ആ ഗവൺമെൻറ് ആൻറ്റി ഇമിഗ്രൻറ്റ് പോളിസി പറഞ്ഞാലും ഒരു ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഒരു 6 മാസം കഴിയുമ്പോൾ ആ ഗവൺമെൻറ് റിയാലിറ്റിയിലേക്ക് വരാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം എപ്പോഴും എല്ലാ കാലഘട്ടങ്ങളിലും ഒരു 10 വർഷം കൂടുമ്പോൾ 1-2 വർഷങ്ങളിൽ ചെറിയ പ്രയാസങ്ങൾ എപ്പോഴും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഈ അനുഭവത്തിൽ നിന്ന്. അതുകൊണ്ട് കാനഡ ആയാലും UK ആയാലും ഓസ്ട്രേലിയ ആയാലും ഇതെല്ലാം നിയമങ്ങളൊക്കെ എത്ര പറഞ്ഞാലും അതൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഏറ്റവും അധികം തൊഴിൽ സാധ്യത ഉള്ളതായിട്ട് നമ്മൾ കണക്കാക്കിക്കൊണ്ടിരുന്നത് IT അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ അതല്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്ന ചില മേഖലകൾ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഏതൊക്കെ സെക്ടറുകളിലാണ് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളത്? കാരണം ഒരു കുട്ടി ആ മേഖലയിൽ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലിക്കാണ് പുറത്തേക്ക് പോകുന്നതെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണല്ലോ. ഗ്ലോബലി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളത് IT മേഖലകളിൽ തന്നെയാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ജോബുകൾക്കാണ് ഇന്നും ഏറ്റവും കൂടുതൽ സാധ്യതകളുണ്ട്. അതിൻ്റെ തന്നെ പല ഡിവിഷനുകളിലും പല രീതികളിലും ഓരോ പ്രാവശ്യവും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഫീൽഡ് എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളത്. ഇപ്പോൾ UN കണക്കനുസരിച്ച് പോലും 2030 ആകുമ്പോൾ 1,20,00,000 നഴ്സുമാരെ ഷോർട്ടേജ് ഉണ്ടാകുന്നുണ്ടാണ്. കോവിഡ് കഴിഞ്ഞതോടെ പല രാജ്യങ്ങളിലും ഇത് ഹൈ ഡിമാൻഡാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ, ഇപ്പോൾ ജർമ്മനി, നെതർലാൻഡ്, അങ്ങനെ പല രാജ്യങ്ങളും ഇവിടെ വന്ന് നഴ്സുമാരെ കൊണ്ടുപോകാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പം ആ ഒരു മേഖലയ്ക്കാണ് ശാശ്വതമായ ഒരു ജോലി സാധ്യത എന്ന് പറയുന്നത്. പിന്നെ എഞ്ചിനീയറിംഗ് മേഖലകളിലും പുതിയ ട്രെൻഡ് അനുസരിച്ച് പുതിയ കോഴ്സുകളൊക്കെ ധാരാളം വരുന്നുണ്ട്. അതനുസരിച്ചുള്ള സെക്ടറുകൾ വളരുന്നുണ്ട്. അപ്പം ആ മേഖലകളിലെല്ലാം ജോലി കിട്ടാനുള്ള സാഹചര്യമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു നിക്ഷേപകന് അല്ലെങ്കിൽ ഒരു ജോലിക്കായി പോകുന്ന വ്യക്തിക്ക് എന്ത് തരത്തിലുള്ള സേവനങ്ങളാണ്? ഞാൻ കണ്ടു ക്ലയൻറ്റ് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു മോട്ടോ. അതായത് ഞങ്ങളെ സംബന്ധിച്ച് ഒരാളെ ഇന്ത്യയിൽ നിന്ന് എല്ലാ സർവീസും അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. ഇനിഷ്യൽ എയർപോർട്ട് പിക്കപ്പ് മുതൽ ഇനിഷ്യൽ അക്കോമഡേഷൻ സർവീസ്, അങ്ങനെ അവിടെ ആവശ്യമുള്ള ഇനിഷ്യലായിട്ട് വരുന്ന എല്ലാ സപ്പോർട്ടും അവിടെ നമ്മുടെ തന്നെ സ്റ്റാഫ് അവിടെ പോയി നിന്ന് ഇതെല്ലാം ചെയ്തു കൊടുക്കും. അങ്ങനെ കൊടുത്താൽ മാത്രമേ നമുക്ക് കൂടുതൽ റെഫറൻസും കൂടുതൽ ഫീഡ്ബാക്കും ഒക്കെ കിട്ടാറുള്ളൂ. മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് ഒരു
കുട്ടി പുതിയതായിട്ട് ഒരു രാജ്യത്തേക്ക് എത്തുന്നത്. അപ്പോൾ അവർ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് ഇറങ്ങി അവിടെ കഷ്ടപ്പെടുന്നതിനേക്കാളും നല്ലത് തീർച്ചയായിട്ടും നമ്മളായിട്ട് ഗൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു കടമയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ കോവിഡിന്റെ സമയത്ത് ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോയ കുട്ടികൾ ചില രാജ്യങ്ങളിലൊക്കെ വലിയ പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചു. അവർക്കൊരു അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടായിരുന്നു, വലിയ ചെലവുണ്ടാകുന്നു. അല്ലെങ്കിൽ തന്നെ ഈ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു മേജർ സർജറിയോ വല്ലതും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അവർ ഇവിടെയുള്ള ആധാരം കൂടെ പണയം വെച്ചെങ്കിലേ അവർക്ക് ജീവിക്കാൻ സാധിക്കൂ എന്നൊക്കെയുള്ള രീതിയിലുള്ള ചില ആശങ്കകൾ ചിലരെങ്കിലും മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയാനുള്ളത്? ഭൂരിഭാഗം രാജ്യങ്ങളിൽ ഡെവലപ്ഡ് ആയിട്ട് കൺട്രികളിലെല്ലാം ഇൻഷുറൻസ് അതിൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അത് അഡീഷണൽ ആയിട്ടൊരു ഫാക്ടറേ അല്ല. ഒരു ട്രീറ്റ്മെൻ്റ് ആയാലും ഒരു ആക്സിഡൻ്റ് ആയാലും എന്തിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയുള്ള സാഹചര്യം അവിടെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കുട്ടികളും ആ ഒരു സംവിധാനം ഒന്നെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അല്ലാതെ ഒരു രാജ്യത്താണ് പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഒരുപാട് ഇൻഷുറൻസ് സ്കീമുകളുണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ രാജ്യത്തേക്കാളും കൂടുതൽ ചിലവ് വരും മറ്റ് പല രാജ്യങ്ങളിലും ഈ ഹെൽത്ത് കെയർ ഫീൽഡിൽ പോയിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്കെപ്പോഴും നമ്മൾ ഇൻഷുർഡ് ആണെങ്കിൽ മാത്രമേ നമുക്കിതിനെ മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചില കുട്ടികൾ ഈ പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് ഫീസ് അടയ്ക്കാമല്ലോ എന്നൊരു പ്രതീക്ഷയിലാണ് പോകുന്നത്. പക്ഷേ ചില രാജ്യങ്ങളിൽ ചില പ്രദേശങ്ങളിൽ ചെല്ലുന്ന കുട്ടികൾ പറയുന്നത് അവർക്ക് ജോലി കിട്ടുന്നില്ല, പാർട്ട് ടൈം ജോലി കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ ഫീസ് അടയ്ക്കാൻ അവർ പാടുപെടുന്നു എന്ന് പറയുന്നത് എന്താ അവിടെ സംഭവിക്കുന്നത്? ഒരിക്കലും ഞങ്ങളാരും ഒരു കോഴ്സും പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് ഫീസ് അടയ്ക്കാമെന്ന് ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല, പറയാനും പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. കാരണം പാർട്ട് ടൈം ജോലി കിട്ടി അവർക്ക് ഇനിഷ്യലായിട്ടുള്ള ലിവിങ് എക്സ്പെൻസ് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. കാരണം അങ്ങനെ ഒരു 20 മണിക്കൂർ അല്ലെങ്കിൽ 30 മണിക്കൂർ ഓരോ രാജ്യത്ത് ഓരോ നിയമമാണ്. അങ്ങനെ ആ രാജ്യത്തെ നിയമം അനുസരിച്ച് ജോലി ചെയ്തിട്ട് അവരുടെ ഇനിഷ്യൽ എക്സ്പെൻസ് മാനേജ് ചെയ്ത് പോകണം. കോഴ്സ് ഫീസ് എപ്പോഴും നമ്മൾ ഇവിടുന്ന് റെഡിയാക്കിയിട്ട് അല്ലെങ്കിൽ അതിനുള്ള വഴികൾ റെഡിയാക്കിയിട്ടേ നമ്മൾ യാത്ര ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ തന്നെ നമുക്ക് ചില കുട്ടികളൊക്കെ അങ്ങനെ അപൂർവമായിട്ട് ചില കുട്ടികളൊക്കെ അവിടെ പോയി ഫീസ് അടച്ചിട്ടുണ്ടാവും. അത് അവരുടെ പ്രത്യേക കഴിവാണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഫുൾ കോഴ്സ് ഫീസ് പോലും കയ്യിലില്ലാതെ ഒരിക്കലും നമ്മൾ യാത്ര ചെയ്ത്. കാരണം അവിടെ ചെന്ന് നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷനിൽ ഒരു ഇഷ്യൂ വന്നാൽ പോലും നമുക്ക് അവിടെ പാർട്ട് ടൈം അവസരം ഉണ്ടെങ്കിൽ പോലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ എപ്പോഴും വിദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർ അതിനുള്ള സോഴ്സ് റെഡിയാക്കിയതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. കോവിഡിന് ശേഷം വന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് വിലക്കയറ്റം. ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ വിലക്കയറ്റം കൂടുതലാണ്. ഇപ്പോൾ അമേരിക്കയിലെ ഇൻഫ്ലേഷൻ ഡേറ്റ പുറത്തു വരുമ്പോഴും അമേരിക്ക ഒരു ഡീഫ്ലേഷണറി കണ്ടീഷനിൽ നിന്ന രാജ്യമാണ്, പക്ഷേ ഇപ്പോൾ വിലക്കയറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും അതുതന്നെയാണ് സാഹചര്യം. മറ്റൊന്ന്, വിലക്കയറ്റം ഉള്ളതുകൊണ്ട് തന്നെ സെൻട്രൽ ബാങ്കുകളൊക്കെ പലിശ കൂട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പലിശ നിരക്ക് ഉയർന്നു നിൽക്കുമ്പോൾ അത് വിദ്യാഭ്യാസ വായ്പകളെ ബാധിക്കും, ഇൻഫ്ലേഷൻ കൂടുമ്പോൾ അത് ജീവിത ചെലവിനെ ബാധിക്കും. അപ്പോൾ നമ്മൾ വിദേശ യാത്ര പ്ലാൻ ചെയ്യുമ്പം ഇതൊക്കെ ഏത് രീതിയിലാണ് കാണേണ്ടത്? അത് കോവിഡിന് ശേഷം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും 20-30% എല്ലാ രംഗത്തും സാമ്പത്തികമായിട്ട് ചിലവ് കയറിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ബഡ്ജറ്റ് എല്ലാവരും ഈ രംഗത്ത് ക്രമീകരിക്കണം. യാത്രയിലായാലും ടൂറ് പോകുന്നവരായാലും പഠിക്കാൻ പോകുന്നവരായാലും മറ്റാവശ്യങ്ങൾക്ക് പോകുന്നതിന് എല്ലാത്തിനും ചിലവ് വർദ്ധിച്ചു. നമുക്കറിയാം നമ്മുടെ ഇവിടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് അതനുസരിച്ച് കോവിഡിന് ശേഷം, കാരണം ഒരു 2 വർഷത്തോളം പ്രൊഡക്ഷൻ എല്ലാം സ്ട്രക്കായി നിന്നിരുന്നു. അപ്പോൾ അത് തിരിച്ച് ആരംഭിക്കുമ്പം ഏത് സ്ഥാപനത്തെ സംബന്ധിച്ചും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത് റിക്കവർ ചെയ്ത് വരുമ്പോൾ എന്തായാലും എക്സ്പെൻസ് കൂടുന്നതാണ്. അപ്പോൾ അതെല്ലാ മേഖലയും അത് ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ഒരു വിദ്യാർത്ഥി ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഉണ്ടല്ലോ, അപ്പോൾ ചിലരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഈ പ്രൊസീജിയർ എന്ന് പറയുന്നത് വലിയ പാടായിട്ടുള്ള കാര്യമാണ്, ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ ആവശ്യമാണ്, ബാങ്ക് രേഖകൾ ആവശ്യമാണ്, പലതരത്തിൽ പലരിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അത് ശരിയാണോ? അത് ഓരോ രാജ്യത്തിന് പല നിയമങ്ങളാണ്. യൂണിവേഴ്സിറ്റികൾക്ക് പലയിടത്തും പല ചേഞ്ചസ് ഉണ്ട്. ചില യൂണിവേഴ്സിറ്റികളിൽ സ്റ്റുഡൻറ്റുമായിട്ട് ഓൺലൈൻ ഇൻ്റർവ്യൂവിന് ശേഷം മാത്രമേ ഓഫറൊക്കെ ഇഷ്യൂ ചെയ്യാറുള്ളൂ. മറ്റു ചില രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികൾ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ചോദിക്കാറുണ്ട്. കാരണം ഓരോ കാലഘട്ടം കഴിയും തോറും ഇത് ഹൈടെക് ആയിക്കൊണ്ടാണ് ആൾക്കാരിരിക്കുന്നത്. അപ്പം ഈ നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ രേഖകളിലൊക്കെയുള്ള ഒരു ജെന്യൂനിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ട് കൂടുതൽ രേഖകളൊക്കെ യൂണിവേഴ്സിറ്റികൾ ആവശ്യപ്പെടുന്നത്. നമ്മളിപ്പോഴും അത് പോസിറ്റീവായിട്ട് കാണേണ്ടതേ ഉള്ളൂ. കാരണം നമ്മളെല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്താൽ മാത്രമല്ലേ നമ്മളുടെ ജെന്യൂനിറ്റി, നമ്മുടെ മെറിറ്റ് അവരുടെ അടുത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, നമ്മൾ പൈസ നേടുന്നുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവസാനം
അവസാനം രാത്രി നമ്മൾ സമാധാനമായിട്ടോ അല്ലെങ്കിൽ ഇച്ചിരി സമാധാനക്കുറവോടോ ഒക്കെ കൂടെ നമ്മൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ഒരു ദൈനംദിന പ്രക്രിയ ആകുമ്പോഴും നമുക്ക് ചുറ്റുപാടുമുള്ള ഒരു വലിയ ലോകമുണ്ട്. ആ ലോകത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് പലപ്പോഴും ഇരുണ്ടതാണ് എന്ന് നമുക്ക് തോന്നാറില്ല. പക്ഷെ അങ്ങയുടെ അശാന്തിയുടെ പൂമരം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ സമാധാനമായി കഴിയുന്ന ഓരോ വ്യക്തിയും ജീവിക്കുന്ന ഈ വലിയ ലോകത്തിൽ അശാന്തിയുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെന്നല്ലേ പറയുന്നത്? നമ്മളെല്ലാം വളരെ കംഫർട്ടായിട്ടാണ് എല്ലാ ദിവസവും കടന്നുറങ്ങുന്നത്. നമുക്ക് പുറം ലോകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത പലർക്കും ഇല്ല. പക്ഷെ നമ്മുടെ ലോകം പല പ്രശ്നങ്ങളിലാണ് നേരിടുന്നത്. ഇപ്പം നമുക്കറിയാം, നിരന്തരം പത്രം വായിക്കുന്നവർക്ക് അറിയാം, നിരന്തരം യുദ്ധത്തിൻ്റെ ഭീഷണികൾ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെയൊക്കെ വിചാരിച്ചു ഇന്നിവിടെ യുദ്ധം ഉണ്ടാകുന്നൊരു അവസ്ഥയിലായിരുന്നു. പക്ഷെ അതിങ്ങനെ നീങ്ങിപ്പോയി. ഇത് എത്ര കാലം നീങ്ങും? കാരണം ഓരോ രാജ്യത്തെ ഭരണവും അവിടുത്തെ ഇലക്ഷനും ഒക്കെ അനുബന്ധിച്ച് പല പ്രശ്നങ്ങൾ ഇപ്പോഴും പലരും നേരിടാറുണ്ട്. പിന്നെ പല ഏകാധിപതികളായ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികൾ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് യുദ്ധത്തിൻ്റെ ഒരു പ്രശ്നം. പിന്നെ നമ്മൾ അഭിമുഖീകരിക്കുന്നത്, നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് വിദേശത്തേക്ക് കുട്ടികൾ കുടിയേറുന്നു, അവർ നല്ല അവസരങ്ങൾ തേടി പോകുന്നുള്ളതാണ്. പക്ഷെ നാളുകളിൽ കാണുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ, ഇന്ന് ലോകത്തെ 7-8 കോടി അഭയാർത്ഥികളുണ്ട്. നാളുകളിൽ കാണുന്നത് ആ അഭയാർത്ഥികൾ ഉണ്ടായത് മുഴുവൻ യുദ്ധം മൂലവും അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റി മൂലവുമാണ്. പക്ഷേ ഇനിയുള്ള അഭയാർത്ഥികൾ ഉണ്ടാകുന്നത് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ പാർട്ടായിട്ടായിരിക്കും. കാരണം ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. കാരണം പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയാമെങ്കിലും കണ്ടില്ലെന്ന് നടിച്ച് അവർ ഉറങ്ങുന്ന സ്ഥിതിയാണ് ഇന്നുള്ളത്. കാരണം ലോകത്ത് പല കാലാവസ്ഥ ഉച്ചകോടികൾ നടന്നു. പക്ഷെ ഉച്ചകോടികളൊക്കെ നടന്ന് പല തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാലും അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ അതിൽ നിന്ന് പെട്ടെന്ന് വിഡ്രോ ചെയ്തു പോവുക എന്ന സാഹചര്യം നമ്മൾ കാണുന്നത്. അപ്പോൾ അമേരിക്ക പോലെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളായുള്ള രാജ്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ഒരു മാതൃക മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഗ്രീൻ എന്നുള്ള വേർഡുകൾ കൂടുതൽ ഉപയോഗിച്ച് വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അത് കൂടുതൽ നമുക്ക് തന്നെ, നമ്മൾ കേരളത്തിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മളെല്ലാവരോടും പറയും, നമ്മൾ കാർമേഘങ്ങളൊക്കെ വളരെ താഴ്ന്നായിരുന്നു ഉണ്ടാകുന്നത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞാൻ ഗ്രൗണ്ടിൽ കളിക്കുമ്പം സ്കൂളിൻ്റെ മുകളിൽ കൂടെ കാർമേഘം മുട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ആലോചിക്കും അതിൽ പോയി പിടിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. കാർമേഘങ്ങൾ ഓരോ ദിവസം ചൂട് കൂടി അത് മുകളിലേക്ക് പോകുന്നു. അത് നമ്മൾ വലിയൊരു അപകടാവസ്ഥയിലേക്കാണ് കേരളം പോലും നിലനിൽക്കുന്നത്. നമ്മളിപ്പോൾ മേഘവിസ്ഫോടനം എന്നൊക്കെ പറഞ്ഞേ കേട്ടിട്ടുള്ളൂ. പക്ഷേ നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അത് അനുഭവിച്ചു. കവളപ്പാറയിലും രാജമുടിയിലും ഒക്കെ ഇതൊക്കെ അനുഭവിച്ച ആൾക്കാരാണ്. അപ്പം നാളുകളിൽ ഇത് കൂടുതൽ വരും. കാരണം മേഘം ഈ ചൂട് കൊണ്ട് മേഘം എത്ര മുകളിലേക്ക് പോകുന്നതോറും അതനുസരിച്ച് നമ്മൾ കൂട്ടിയിടിക്കാനുള്ളതും അതനുസരിച്ച് ആനയുടെ തുമ്പിക്കൈയിൽ നിന്ന് വെള്ളം വീഴുന്ന പോലെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വന്ന് അവിടെ അപകടങ്ങൾ വരാനും ഉള്ള സാഹചര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിലൊക്കെ നമ്മളിത് കാണുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും കേരളത്തിലും അതിവിദൂരമല്ലാത്തത്. മാത്രമല്ല മൺസൂൺ, നമ്മുടെ ആഫ്രിക്കയിൽ നിന്ന് വരുന്ന മൺസൂൺ നമ്മുടെ സഹ്യപർവ്വത മലനിരകളിൽ തട്ടി നിന്നിട്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ക്ലൈമറ്റ്. ഇല്ലെങ്കിൽ നമ്മൾ കേരളം ഒരു മരുഭൂമി ആകേണ്ടതായിരുന്നു. അപ്പോൾ അതൊക്കെ നാളെ ഈ മരുഭൂമി ആകുമോ, നാളെ ഇവിടുത്തെ കാലാവസ്ഥകളൊക്കെ മാറിമറിയുമെന്നുള്ള വലിയൊരു ആശങ്കയുടെ നടുവിലാണ് നമ്മളെല്ലാം ഇരിക്കുന്നത്. പക്ഷെ നമ്മളെല്ലാം ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് കടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുമ്പോൾ അതൊരു ആഗോള പ്രതിഭാസമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ, സാർ പറഞ്ഞതുപോലെ, ഈ കൂമ്പാര മേഘങ്ങൾ, അതേപോലെ തന്നെ ഈ വെള്ളിടി വെട്ടിയതുപോലെ മഴ പെയ്യുക, ഇതൊന്നും നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളോ കണ്ടിട്ടുള്ള കാര്യങ്ങളോ അല്ല. 2 മിന്നൽ പ്രളയങ്ങൾ നമ്മൾ തന്നെ അഭിമുഖീകരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ ലോകത്തെവിടെയും, ഫ്ലാഷ് ഫ്ലഡ്സ് ഒന്നും നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷേ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് ഇമോഷണലായിട്ടുള്ള ചില പ്രത്യാഘാതങ്ങളുമുണ്ട്. ഒരു ക്ലൈമറ്റ് ഡിപ്രഷൻ എന്ന രീതിയിലേക്ക് ചിലരെങ്കിലും പോകുന്നുണ്ടെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. ഈ ചൂട് കൂടുമ്പോഴൊക്കെ പല ആൾക്കാരും ദേഷ്യം കൂടുന്നു, ചിലരത് ഡിപ്രഷനിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാരുകളൊക്കെ വേണ്ട നടപടികൾ എടുക്കുന്നുണ്ടോ? ഇപ്പോൾ പരിസ്ഥിതിവാദികൾ പറയുമ്പോൾ അവരെ ചിലപ്പോൾ വികസന വിരുദ്ധർ അല്ലെങ്കിൽ വ്യവസായത്തിനെതിരായി പറയുന്നവർ എന്നൊക്കെ മുദ്രകുത്താറുമുണ്ടല്ലോ. 2 വശങ്ങളും ഉണ്ട്. അത് തീർച്ചയായിട്ടും വികസനത്തിന് വേണ്ടിയിട്ട് രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനെല്ലാം പരിസ്ഥിതി തടസ്സം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പം ഈ സഹ്യപർവ്വത നിരകളും കേരളത്തിൻ്റെ ഹൈ റേഞ്ച് എന്ന് പറയുന്നത് വയനാടും ഇടുക്കിയൊക്കെയാണ്. അവിടെ കെട്ടിടങ്ങൾ പണിയരുതെന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷേ പ്രകൃതി സൗഹൃദമായ കെട്ടിടങ്ങൾ പണിയണം. അവിടെ 3-4 നിലകൾ മണ്ണിടിച്ചിട്ട് നിരത്തി 3-4 നില കെട്ടിടം പണിയുന്നതിനേക്കാളും നല്ല ഓരോ നില തട്ടായിട്ട് ആ ഭൂമിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ പണിത് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ മാറും. പക്ഷെ അതായത് നമ്മളുടെ ഇവിടുന്ന് ടൗൺ പ്ലാനർ അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഓരോ സ്ഥലത്തിൻ്റെ പറ്റിയ
വീടുകളിലും കെട്ടിടങ്ങളിലും മോഡലുകൾ അവതരിപ്പിക്കുകയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുകയോ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് പല രാജ്യങ്ങളിൽ പോകുമ്പോൾ കിട്ടിയിട്ടുള്ള അറിവാണ്. ആ രാജ്യങ്ങളിൽ ഓരോ ഏരിയയിലും ഗവൺമെൻറ് റെസ്ട്രിക്ട് ചെയ്തിരിക്കും. നമുക്ക് ഇന്ന കളറിലുള്ള വീടേ ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ന ഹൈറ്റിലേ ചെയ്യാൻ, ഇന്ന ഡിസൈനേ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും, അതായത് പുഴയുടെ സൈഡിലുള്ള ഉണ്ട്, വെള്ളം കയറുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ ഏത് ടൈപ്പ് വീടുകളാണ് പണിയാൻ പാടുള്ളൂ എന്ന് നമുക്ക് നിയമങ്ങൾ ഉണ്ടാക്കാം. അത് മലമുകളിൽ അതായത് പ്രകൃതിയുമായിട്ട് ഇണങ്ങുന്ന രീതിയിലുള്ള വീടുകളും നിർമ്മാണ പ്രവർത്തനങ്ങളും നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ തന്നെ കേരളത്തെ ഇപ്പോഴത്തെ ഈ ഉഷ്ണ മേഖല പോലെയുള്ള ചൂടാണ് നമുക്കുള്ളത്, അത് നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ചില പഠനങ്ങൾ പറയുന്നുണ്ട് കേരളം കുറേ നാൾ കഴിയുമ്പോൾ ഒഴിഞ്ഞ വീടുകളുടെ ഒരു കൂടാരമായി മാറും, ഒരു വൃദ്ധസദനമായി മാറും. കാരണം യുവാക്കളെല്ലാം കേരളം വിടുന്നു, അവരവരുടേതായ പച്ചപ്പ് തേടി അവിടെ സെറ്റിൽ ചെയ്യുന്നു, ഇവരിൽ ആരും തിരിച്ചു വരികയില്ല. അതുകൊണ്ട് തന്നെ കേരളം നേരിടാൻ പോകുന്നത് വലിയ സവിശേഷമായ ഒരു പ്രശ്നമാണ്. ഇത് വരുംതോറും ഈ പറയുന്നത് പോലെ സ്ഥലം വിൽക്കാനോ സ്ഥലത്തിൻ്റെ വിലയിടിയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സർക്കുലർ രീതിയിൽ കേരളത്തിൽ പ്രശ്നങ്ങൾ വരുന്നു. മറുഭാഗത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, ബംഗാൾ, ബീഹാർ, ഒഡീഷ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അവരിങ്ങോട്ട് കുടിയേറുന്നു, ഇപ്പൊ കുടുംബമായി വരുന്നു. അപ്പൊ കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയൊരു മാറ്റം വരും. ഇത് കേരളത്തിന് വലിയൊരു വെല്ലുവിളിയാകും എന്ന് പറയുന്നവരുണ്ട്. ഈ ലോക നാഗരികതയുടെ ഭാഗമായിട്ട് നമ്മുടെ ആൾക്കാർ അത് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. പല മലകളിൽ താമസിച്ചിരുന്ന ആൾക്കാരൊക്കെ അവിടത്തെക്കാളും സൗകര്യങ്ങൾ കുറഞ്ഞാണെങ്കിൽ പോലും 5 സെന്റിലോ 2 സെന്റിലോ ഒക്കെ വീടൊക്കെ വാങ്ങി ടൗണുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ലോകത്തിൻ്റെ വളർച്ചയുടെ ഒരു പാർട്ടാണ്. കാരണം നമ്മൾ ജീവിത സൗകര്യങ്ങളൊക്കെ കൂടാൻ വേണ്ടിയിട്ടുള്ള പാർട്ടായിട്ട് നമ്മൾ ഈ ടൗണുകളിലേക്ക് മാറി താമസിക്കും. അപ്പം ബാക്കിയുള്ള ഭാഗങ്ങൾ വിജനമാകുന്നതനുസരിച്ച് വേറെ ആൾക്കാർ അവിടെ കുടിയേറും. അപ്പോൾ അവരവിടെ അത് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതിനൊരു ഗ്യാപ്പ് വരും. ഒരു 10-20 വർഷം എല്ലാ കാലഘട്ടങ്ങളിലും ഇങ്ങനെ മാറ്റങ്ങൾ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്കും തിരുവനന്തപുരം ഭാഗത്തേക്ക് കുടിയേറി ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ ആൾക്കാരില്ലാഞ്ഞിട്ടില്ല, ഒരു കാലഘട്ടത്തിൻ്റെ പാർട്ടായിട്ട് അവിടുന്ന് അവർ മാറിയപ്പോൾ അവിടെ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളും കിട്ടാൻ ലഭ്യമായ അനുസരിച്ച് ആൾക്കാർ സൗകര്യം കുറഞ്ഞ സൗകര്യം കൂടിയ സ്ഥലത്തേക്ക് പോയി എന്നുള്ളത് മാത്രമാണ്. അത് കേരളത്തിലും സംഭവിക്കും. കേരളത്തിൽ മാറ്റങ്ങളുണ്ടാവും. കേരളത്തിൽ എപ്പോഴും മലയാളികൾ മാത്രമാണെന്നില്ല, മലയാളികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മാറി താമസിക്കും. മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ കേരളത്തിലേക്ക് ആൾക്കാർ വന്ന് താമസിക്കും. കേരളം എപ്പോഴും താമസത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ആൾക്കാരുടെ എണ്ണം ഒന്നും കുറയാൻ പോകുന്നില്ല. നമ്മൾ പറയുമ്പോൾ ഈ ഇന്റേണൽ ആയിട്ടുള്ള മൈഗ്രേഷനും ഉണ്ടല്ലോ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നത്. ഒരുമാതിരി എല്ലാ ജോലികൾക്കും നമ്മൾ അവരെയാണ് ആശ്രയിക്കുകയും ചെയ്യുന്നത്. അവരുടെ പോപ്പുലേഷൻ കൂടി വരികയാണ്. കൃത്യമായ ഒരു കണക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ കയ്യിൽ പോലുമില്ല. അപ്പോൾ ഇവരുടെ പോപ്പുലേഷൻ കൂടി വരുന്നു, കുടുംബമായിട്ട് അവരിവിടേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ അതൊരു കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടാക്കും. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിലെ ചുവരെഴുത്തുകൾ നമ്മൾ നോക്കിയാൽ ചിലയിടങ്ങളിൽ ബംഗാളി ഭാഷയിലൊക്കെയുള്ള ചുവരെഴുത്തുകൾ. കാരണം ഒരു 150-160 പേര് വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളവർ തന്നെയുണ്ട്. അപ്പോൾ സുരാജ് വെഞ്ഞാറമൂട് ഒരിക്കലും ഒരു കോമഡി ഷോയിൽ ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ബംഗാളിൽ നിന്നുള്ള എന്തോ ഒരു ചതോപാധ്യായ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആ രീതിയിൽ ഒരു 50 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, സംഭവിച്ചു കൂടാൻ പാടില്ലാത്ത സംഗതികളൊന്നുമില്ല. നമ്മുടെ എത്രയോ ആൾക്കാർ ലോകത്ത് പോയിട്ട് മന്ത്രിമാരും അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ മന്ത്രിമാരായിട്ടുണ്ട്, ഇന്ത്യക്കാരിപ്പം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യക്കാരനല്ലേ. അതുപോലെ എത്രയോ രാജ്യങ്ങളിൽ നമ്മുടെ ആൾക്കാർ പോയി മന്ത്രിമാർ, മേയർമാർ അല്ലെങ്കിൽ പാർലമെൻറ്റ് മെമ്പർമാരൊക്കെ ആയിട്ട് വളരുന്നുണ്ട്. എത്രയോ വ്യവസായികൾ പല സ്ഥലങ്ങളിലും നിർണായകമായ സ്വാധീനങ്ങൾ ചെലുത്തുന്നുണ്ട്. അപ്പം നമ്മുടെ ആൾക്കാർ ഇവിടുന്ന് പോകുന്നവർ മറ്റ് രാജ്യങ്ങളിൽ പോയി അവിടെ വെന്നിക്കൊടി പാറിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം അവിടെ അറിയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ടും വരും. ഞാൻ പറഞ്ഞല്ലോ, കുടിയേറ്റം എന്ന് പറയുന്നത് ഒരു ചക്രമാണ്. അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. കേരളത്തിന്റെ അടുത്ത ഒരു 10 വർഷം എത്രത്തോളമാണ് വികസന സാധ്യത? ഇപ്പൊ വിഴിഞ്ഞം പോർട്ടൊക്കെ വരുമ്പോഴത്തേക്ക് വലിയൊരു കുതിച്ചുചാട്ടം വികസനത്തിലുണ്ടാകും, തൊഴിൽ സൃഷ്ടി ഉണ്ടാകും എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ. അപ്പോൾ ഒരു വളരെ പോസിറ്റീവ് ആണോ കേരളത്തിന്റെ ഒരു 10 വർഷം? കേരളത്തിന് ഒരിക്കലും വികസനത്തിന്റെ കാര്യത്തിലൊന്നും ഒരിക്കലും പുറകോട്ട് പോകില്ല. കാരണം ചർച്ചകളൊക്കെ നടന്ന് കുറച്ചൊക്കെ ലാഗ് ചെയ്താലും കേരളത്തിനെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ വികസനം എന്ന് പറഞ്ഞാൽ ടൂറിസം മേഖലയിലാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ബീച്ചുള്ള ഇത്രയും അനുഗ്രഹപ്രദമായ ഒരു സംസ്ഥാനം വേറെ ഒന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഹിൽ ഏരിയ ഉണ്ട്, ബാക്ക് വാട്ടർ ഉണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ മാർക്കറ്റ് ലോകത്ത് പലയിടങ്ങളിൽ മാർക്കറ്റ് ചെയ്തതിൽ ധാരാളം ടൂറിസ്റ്റുകൾ വരും. അതിനോടനുബന്ധിച്ചുള്ള വ്യവസായങ്ങൾ നമ്മുടെ കേരളത്തിൽ വരും.
അതുപോലെ നമ്മളുടെ നാട്ടിൽ ഇനി വരാൻ പോകുന്ന ഇനി നമുക്കൊരു ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്കേ ഉള്ളൂ. നമുക്കിനിയും ധാരാളം ആ മേഖലകളിൽ ഇൻവെസ്റ്റ് നടത്താനും ധാരാളം ആ മേഖലകളിലേക്ക് ആൾക്കാർ, ഇപ്പം നമുക്കറിയാം ബാംഗ്ലൂരിലൊക്കെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ആളായപ്പോൾ അവിടെ പല ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇനിയും ധാരാളം ഈ IT മേഖലയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഏരിയകളുണ്ട്. തീർച്ചയായിട്ടും ഇന്നലെ നാളെ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റർമാർ വരികയും കേരളം ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ വികസിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി നമ്മൾ വാല്യൂ പ്ലസിന്റെ എല്ലാ ഗസ്റ്റുകളോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് നമ്മുടെ അതിഥി വിജയത്തെ കാണുന്നത്, അല്ലെങ്കിൽ സക്സസിനെ അങ്ങ് എങ്ങനെയാണ് നിർവചിക്കുന്നത്? വിജയത്തിന് ഒരൊറ്റ ഫോർമുലയേ ഉള്ളൂ. ആൾക്കാർ പല രീതിയിൽ അത് അവതരിപ്പിക്കപ്പെട്ടാൽ പോലും ഒറ്റ ഹാർഡ് വർക്കാണ്, കഠിനാധ്വാനം അല്ലാതെ വേറൊന്നുമില്ല. മറ്റു പലരും നോക്കുമ്പം ഒരാൾ വിജയിക്കുന്നു എന്ന് പറയുമ്പം അവർ പറയും ഈ ആൾക്ക് അധികം കഴിവൊന്നുമില്ലല്ലോ, എന്നെക്കാളും ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അവനേക്കാളും നല്ല മുന്നിലത്തെ ബെഞ്ചിലായിരുന്നത്, കൂടുതൽ മാർക്ക് വാങ്ങിയതാണ്, അത്രയും സ്മാർട്ടല്ലല്ലോ എന്നൊക്കെ പലരും പറയും. പക്ഷേ ഒരു കഴിവില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഒരു ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റത്തില്ല. ബിസിനസ് വിജയിപ്പിക്കുന്നുണ്ടെങ്കിൽ അയാൾ മറ്റുള്ളവർ ഈ കഴിവുണ്ട് എന്ന് പറയുന്ന ആൾക്കാർ പലരും കടന്നുറങ്ങിയപ്പോഴോ അവർ ഉല്ലാസയാത്ര പോയ സമയത്തോ രാത്രിയും പകലും ഉറങ്ങാതിരുന്ന് അധ്വാനിച്ചതിൻ്റെ പാർട്ടാണ് ഈ വിജയം എന്ന് പറയുന്നത്. അപ്പം അതിന് കഴിവല്ല, എന്നെക്കാളും കൂടുതൽ പ്രാധാന്യം അവരുടെ ഹാർഡ് വർക്കും അതിനുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളവർക്ക് മാത്രമേ വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് വർദ്ധിപ്പിക്കൽ മാത്രമല്ല, ചിന്താരീതി എങ്ങനെ മാറുന്നു എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അങ്ങയുടെ സ്ഥാപനത്തിലൂടെയും അങ്ങയുടെ എഴുത്തിലൂടെയും അങ്ങയുടെ മറ്റ് പ്രവർത്തനങ്ങളിലൂടെയും നിരവധി പേരുടെ ചിന്താരീതികൾ മാറാനും നമ്മുടെ നാടിനൊരു പുരോഗതി ഉണ്ടാകാനും ഇടയാകട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു.